ഡിയേഴ്സ്, അപ്പം നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. LP സ്കൂൾ അസിസ്റ്റൻറ്റിൻ്റെ 2022 നടന്നിട്ടുള്ള എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അനുബന്ധ വിവരങ്ങൾ തന്നെയായിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾ ഇത് കണ്ടതിന് ശേഷം അതുകൂടി കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങളിൽ പെടാത്തത് ഏത് എന്നാണ്. അത് നിവർത്തന പ്രക്ഷോഭമാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങളിൽ പെടാത്തത് നിവർത്തന പ്രക്ഷോഭം. കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളെക്കുറിച്ചും അവയ്ക്ക് നേതൃത്വം വഹിച്ചവരെക്കുറിച്ചുമുള്ള പട്ടികയാണിത് ചുവടെ കൊടുത്തിട്ടുള്ളത്. അതിൽ യോജിച്ചത് കണ്ടെത്തുക എന്നാണ്. അതിൻ്റെ ആൻസർ വന്നിട്ടുള്ളത് സി ഓപ്ഷനാണ്. അപ്പം വൈക്കം സത്യാഗ്രഹം KP കേശവമേനോനാണ്. വൈക്കം സത്യാഗ്രഹം KP കേശവമേനോൻ. മിശ്രഭോജനം സഹോദരൻ അയ്യപ്പനാണ് അല്ലേ. മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ. 3 ഇസ്ലാം ധർമ്മ പരിപാലന സംഘം വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. പന്മനയിലെ ആശ്രമം ആരുടേതാണ്? അത് ചട്ടമ്പി സ്വാമികളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, VT ഭട്ടതിരിപ്പാടിനെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? അത് കണ്ണീരും കിനാവും എന്ന ആത്മകഥയുടെ സൃഷ്ടാവാണ്. കേരള സാഹിത്യ അക്കാദമി 1976 വിശിഷ്ട ഫെലോഷിപ്പ് നൽകി ആദരിച്ചു. കറക്റ്റാണ്. നായർ തറവാടുകളിലെ സ്ത്രീകളിലേക്ക് അനുഭവിക്കുന്ന ദുരിതങ്ങൾ പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. അത് കറക്റ്റല്ല, തെറ്റായ പ്രസ്താവനയാണ്. നമ്പൂതിരി തറവാടുകളിലെ സ്ത്രീകൾക്കാണ് കേട്ടോ. ഇനി മേഴത്തൂർ അഗ്നിഹോത്രിയുടെ താഴ്വരയിൽ പെട്ടത് കറക്റ്റാണ്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, മലബാർ കലാപത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ കാർഷിക കലാപമായും വർഗീയ കലാപമായും മാറി മാറി വ്യാഖ്യാനിക്കപ്പെട്ടു. മലപ്പുറം ജില്ലയിലെ ഏറനാട്, വള്ളുവനാട്, പൊന്നാനി, കോഴിക്കോട് താലൂക്കുകൾ കേന്ദ്രീകരിച്ചാണ് നടന്നിട്ടുള്ളത്. ബ്രിട്ടീഷുകാർക്കെതിരായി മലബാർ മേഖലകളിൽ ആരംഭിച്ച സായുധ കലാപമാണ്. ഈ ലഹളയുടെ ഭാഗമായി നിരവധി ഹൈന്ദവർ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയമാക്കപ്പെട്ടു. അപ്പോൾ എല്ലാ പ്രസ്താവനകളും കറക്റ്റാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് എന്നാണ്? 1885 ആണ് അല്ലേ. ഡിസംബർ എത്രയാണ്? നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. 1885 ഡിസംബറിലാണ്. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രത്തിലെ ചില സംഭവങ്ങൾ ചുവടെ കൊടുക്കുന്നു. ഈ സംഭവങ്ങളുടെ ശരിയായിട്ടുള്ള കാലക്രമം എഴുതുക എന്നാണ്. അപ്പം അതിൽ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, ഖിലാഫത്ത് പ്രസ്ഥാനം, സ്വരാജ് പാർട്ടിയുടെ രൂപീകരണം, സൈമൺ കമ്മീഷൻ്റെ വരവ്. അപ്പം ഒന്നാമത്തെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ് ഫസ്റ്റ് നടന്നിട്ടുള്ളത്. അതിനുശേഷം പിന്നെ നടന്നിട്ടുള്ളത് ഖിലാഫത്ത് പ്രസ്ഥാനം, പിന്നെ സ്വരാജ് പാർട്ടിയുടെ രൂപീകരണം, സൈമൺ കമ്മീഷൻ വരവ്. അത് കറക്റ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് നമ്മളോട് തിരുത്തി എഴുതാൻ വേണ്ടിയിട്ടൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം വർഷങ്ങളൊന്ന് നോക്കാം. 1919 ജാലിയൻ വാലാബാഗ്. ഖിലാഫത്ത് പ്രസ്ഥാനമാണെങ്കിൽ 20, സ്വരാജ് പാർട്ടി ആണെങ്കിൽ 23, സൈമൺ കമ്മീഷൻ 27 അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ ആസ്ഥാനം ബാംഗ്ലൂരാണ്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരെയാണ്? APJ അബ്ദുൽ കലാമിനെയാണ് അല്ലേ. മെസൊപ്പൊട്ടേമിയൻ സംസ്കാരത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളെ വിലയിരുത്തുക. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദീതടങ്ങളിലാണ് നിലനിന്നിരുന്നത്. കറക്റ്റാണ്. BC 1000 രൂപം കൊണ്ടതായിട്ട് പറയപ്പെടുന്നു. അത് തെറ്റായ പ്രസ്താവനയാണ്. പ്രധാന പട്ടണമാണ് ഉറൂക്ക്, ലഗാഷ്. ഇനി ബാബിലോണിയൻ സാമ്രാജ്യം ഇവിടെയാണ് നിലനിന്നിരുന്നത്. അത് കറക്റ്റാണ്, ബാബിലോണിയൻ സംസ്കാരം. അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവന മാത്രമാണ് തെറ്റായിട്ടുള്ളത്. 10ാമത്തെ ക്വസ്റ്റ്യൻ, മോഹൻജദാരോ, ഹാരപ്പ എന്നീ സിന്ധു നദീ തട പ്രദേശങ്ങൾ ഏത് രാജ്യത്താണെന്നാണ്? അത് പാകിസ്ഥാനിലാണ് അല്ലേ. 2021 വർഷത്തിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ച വ്യക്തികളിൽ പെടാത്തത് ആരെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡേവിഡ് കാർഡ്, ജോഷോ ഡി ആൻഗ്രിസ്റ്റ്, ഗൈഡോ WM ബെൻസ്. അതിൽ മറിയാറസിയാണ് അതിൽ പെടാത്തത്. മറിയാറസ 21 സമാധാനത്തിനുള്ള നോബൽ ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് കേട്ടോ. 2021 നവംബറിൽ നടന്ന നാഷണൽ അച്ചീവ്മെൻറ്റ് സർവേയിൽ പേജ് മറിക്കാൻ മറന്നുപോയി, നോക്കാം. അപ്പോൾ 2021 നവംബറിൽ നടന്ന നാഷണൽ അച്ചീവ്മെൻറ്റ് സർവേയെക്കുറിച്ച് നൽകിയ പ്രസ്താവനകൾ വിലയിരുത്തുക. അപ്പം 3, 5, 8, 10 ക്ലാസ്സുകളിലെ കുട്ടികൾക്കാണ്. എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും കുട്ടികൾ പരീക്ഷയിൽ പങ്കെടുത്തിരുന്നു. സംഘടന ചുമതല CBSEക്ക്
സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഫലപ്രാപ്തി വിലയിരുത്തുന്നതിന്, കുട്ടികളിലെ പഠന വിടവ് കണ്ടെത്തുന്നതിന് ഇത് സഹായിക്കും. എല്ലാ പ്രസ്താവനകളും ശരിയായിട്ടുള്ളതാണ് കേട്ടോ. 13ാമത്തെ ക്വസ്റ്റ്യൻ, ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവ് ആരാണ്? മെർക്യാറ്റർ ആണ്, മെർക്യാറ്റർ. 14, വിവിധ അന്തരീക്ഷ പാളികളുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ കൊടുത്തിട്ടുള്ളത്. ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. അപ്പം അതിൽ 1, 3, 2 ആണ് ശരിയായിട്ടുള്ളത്. നോക്കാം നമുക്ക്. മീസോസ്ഫിയർ ഉൽക്കാപതനത്തിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്നു. അത് കറക്റ്റാണ്. കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. അതും കറക്റ്റായ പ്രസ്താവനയാണ്. ട്രോപ്പോസ്ഫിയർ അൾട്രാവയലറ്റ് കിരണങ്ങൾ ഭൂമിയിൽ പതിക്കുന്നതിനെ തടയുന്നു, അല്ലേ? കറക്റ്റാണ്. റേഡിയോ തരംഗങ്ങളെ മീസോസ്ഫിയറിൽ പ്രതിഫലിപ്പിക്കുന്നു. റേഡിയോ തരംഗങ്ങൾ എവിടെയാണുള്ളത്? അയണോസ്ഫിയറിലാണ്, അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 15ാമത്തെ ക്വസ്റ്റ്യൻ, വ്യക്തിയുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നതിൽ സാമൂഹ്യ നിയന്ത്രണ ഏജൻസികൾ മുഖ്യ പങ്കുവഹിക്കുന്നു. ബലപ്രയോഗത്തിലൂടെ വ്യക്തിയെ നിയന്ത്രിക്കാൻ അവകാശമുള്ള സാമൂഹ്യ നിയന്ത്രണ ഏജൻസി ഏത് എന്നാണ്. അത് രാഷ്ട്രമാണ് കേട്ടോ, രാഷ്ട്രമാണ്. 1955 ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയെ ദേശസാൽക്കരിച്ച് രൂപീകരിച്ച ബാങ്ക് ഏതാണ്? അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇന്ത്യയിൽ രാജ്യസഭയുടെ ബന്ധപ്പെട്ട പ്രസ്താവനയാണ് താഴെ നൽകിയിട്ടുള്ളത്. തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. രാജ്യസഭയിൽ 12 അംഗങ്ങൾ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. അത് തെറ്റാണ്, അല്ലേ? രാജ്യസഭയിൽ എത്ര അംഗങ്ങളാണ് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നു. അത് കറക്റ്റാണോ? സോറി, ഇന്ത്യയിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ താഴെ നൽകിയിരിക്കുന്നത് തെറ്റായ പ്രസ്താവനയാണ് കേട്ടോ കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രാജ്യസഭയിൽ 12 അംഗങ്ങളെ തന്നെയാണ് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നത്. ജസ്റ്റ് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് ഒന്ന് മാറിപ്പോയി. ഓക്കെ, അപ്പോൾ രാജ്യസഭയിൽ 12 അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നത് കറക്റ്റായ പ്രസ്താവനയാണ്. ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് ലോകസഭയാണ്, അല്ലേ? ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്നത് ഏതിലാണ്? ഉപരാഷ്ട്രപതിയാണോ അധ്യക്ഷം വഹിക്കുന്നത്? അപ്പം അതും കറക്റ്റാണ്. ഉപരാഷ്ട്രപതിയാണ് ഈ രാജ്യസഭയിൽ അധ്യക്ഷം വഹിക്കുന്നത്. 5 വർഷമാണ് കാലാവധി. അത് ലോകസഭയ്ക്കാണ് 5 വർഷം കാലാവധി. രാജ്യസഭയ്ക്ക് എത്രയാണ്? 6 വർഷമാണ് കാലാവധി. ഇത് കുറച്ചൊരു കൺഫ്യൂഷൻ ആയില്ലേ? പക്ഷെ അത് തെറ്റായ പ്രസ്താവനയാണ് കേട്ടോ. അത് ശരിക്കും നമ്മൾ എക്സാം എഴുതുമ്പോഴും ഇതൊന്ന് ശ്രദ്ധിക്കണം. തെറ്റായ പ്രസ്താവന എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് വട്ടത്തിൽ വരച്ച് വെക്കുകയൊക്കെ ചെയ്യണം നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. എന്നാലേ നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാം. അല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് പോയിട്ട് നമുക്ക് ആൻസറൊക്കെ കിട്ടിയിട്ടുണ്ടാവും, പക്ഷേ നമ്മളത് തെറ്റായിട്ട് ശരിയായ പ്രസ്താവനയിൽ പോയി കുത്തും. അപ്പോൾ നിങ്ങളത് കറക്റ്റ് ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് മാർക്ക് നഷ്ടപ്പെടുക. അങ്ങനെ നഷ്ടപ്പെട്ടാലുള്ള ആ ഒരു വേദന ശരിക്കും നമുക്ക് വായിച്ചാലും മായാത്ത വേദന ആയിരിക്കും. അപ്പോൾ അത് കറക്റ്റായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ, റിസർവ് ബാങ്കിൻ്റെ നിലവിലെ ഗവർണർ ആരാണെന്നാണ്. അത് ശക്തികാന്ത ദാസ് ആണ് കേട്ടോ. ശക്തികാന്ത ദാസാണ് റിസർവ് ബാങ്കിൻ്റെ നിലവിലെ ഗവർണർ. എത്രാമത്തെ ഗവർണറാണ് അത് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ, അല്ലെങ്കിൽ കണ്ടെത്തി കമൻറ്റ് ചെയ്യുക, അപ്പോഴേ നിങ്ങൾ മറക്കാതിരിക്കുകയുള്ളൂ. ഇനി 19ാമത്തെ ക്വസ്റ്റ്യൻ, ചൊവ്വ പര്യവേഷണത്തിനായിട്ട് 3 അന്താരാഷ്ട്ര പേടകങ്ങൾ ഫെബ്രുവരിയിൽ ചുവന്ന ഗ്രഹമായിട്ടുള്ള ചൊവ്വയിൽ എത്തിച്ചേർന്നു. ഇതിൽ നാസയുടെ പര്യവേഷണ പേടകം ഏതാണ്? പെർസീവിയറൻസ് ആണ്. പെർസീവിയറൻസ് ആണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യൻ്റെ ചെവിക്ക് വേദനയുണ്ടാക്കുന്ന സ്വരത്തിൻ്റെ ഉച്ചത ഡെസിബലിന് കൂടുതലാണ്. 120 ഡെസിബലിന് കൂടുതലാണ്, അല്ലേ? ഈ സൈക്കിൾ ചക്രത്തിൻ്റെ ആക്സിലിൽ എണ്ണ ഇടുന്നത് എന്തിനാണ്? അത് ഘർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഘർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. കൂട്ടത്തിൽ പെടാത്തത് ഏത്? വേഗമാണ്. എന്താണ് വേഗം? എന്താണ്? സ്ഥാനാന്തരം, ത്വരണം, പ്രവേഗം ഒക്കെ എന്താണ്? സദിശ അളവുകളാണ്. വേഗത ഒരു അതിശ അളവാണ്, അല്ലേ? ഇനി ഒരു കാന്തിക മണ്ഡലത്തിൻ്റെ സ്വാധീനം കാരണം കാന്തവൽക്കരിക്കപ്പെടാനുള്ള കാന്തിക വസ്തുക്കളുടെ കഴിവിനെ വശകത എന്നാണ് പറയുന്നത്. 24ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ബഹിരാകാശ സഞ്ചാരി കാണുന്ന ആകാശത്തിൻ്റെ നിറം ഏതാണ്? കറുപ്പാണ്. ഒരു ദന്ത ഡോക്ടർ പല്ല് പരിശോധിക്കുന്നതിനായിട്ട് 8 സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ഒരു കോൺകേവ് ദർപ്പണം ഉപയോഗിക്കുന്നു. പല്ല് നിരീക്ഷിക്കുന്നതിനായിട്ട് അദ്ദേഹം ദർപ്പണം പല്ലിൽ നിന്നും 4 സെൻറ്റിമീറ്റർ ദൂരത്തിൽ പിടിക്കുന്നു. എങ്കിൽ ആ പ്രതിബിംബത്തിൻ്റെ ആവർത്തനം എത്രയായിരിക്കും എന്നാണ്. അത് 2 ആണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 26, താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ദ്രാവകമാണ് ഒരു വസ്തുവിന്മേൽ ഏറ്റവും കൂടുതൽ പ്ലവക്ഷമ ബലം ഉപയോഗിക്കുന്നത്? ഗ്ലിസറിൻ ആണ്. ഗ്ലിസറിൻ. 27, കേരളത്തിൽ തെർമൽ പവർ സ്റ്റേഷൻ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലം ഏതാണ്? അത് കായംകുളമാണ്. സൗരയൂഥത്തിന് പുറത്ത് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ചെറിയ ഗ്രഹങ്ങളിൽ ഒന്നായിട്ടുള്ള GJ
36(7) ബി. ഭൂമിയിൽ നിന്നും എത്ര പ്രകാശവർഷം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്? 31 പ്രകാശവർഷമാണ് കേട്ടോ. 30 ഗ്രാം ഗ്ലൂക്കോസ് 120 ഗ്രാം ജലത്തിൽ ലയിച്ച് കിട്ടുന്ന 150 ഗ്രാം ലായനിയിൽ ഗ്ലൂക്കോസിൻ്റെ മാസ ശതമാനം എത്രയാണ്? 20 ആണ്. വൈദ്യുത വിശ്ലേഷണം നടക്കുമ്പോൾ ഒരു ഇലക്ട്രോഡിൽ സ്വതന്ത്രമാക്കപ്പെടുന്ന പദാർത്ഥത്തിൻ്റെ അളവ് ഇലക്ട്രോലൈറ്റിൽ കൂടി കടന്നു പോകുന്ന വൈദ്യുതിയുടെ അളവുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? നേർ അനുപാതമാണ്. മാലക്കൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? കോപ്പറിൻ്റെ അയിരാണ്. മുഖ്യ ക്വാണ്ടം സംഖ്യ 4 ആയാൽ സാധ്യമാകുന്ന ഓർബിറ്റലുകളുടെ എണ്ണം 16 ആണ് കേട്ടോ. അപ്പം മുഖ്യ ക്വാണ്ടം സംഖ്യ എന്ന് പറയുമ്പം അത് എത്ര തന്നിട്ടുള്ളതാണെങ്കിലും അത് നിങ്ങൾ n² എടുത്താൽ മതി കേട്ടോ. എത്രയാണോ തന്നിട്ടുള്ളത് അതിൻ്റെ n² എടുക്കുക. അല്ലാതെ വേറെ ഒന്നും ആലോചിച്ചിട്ട് പോവണ്ട. അത് ആലോചിച്ചിട്ട് പോയാൽ കുറേ ഉണ്ട്. +1 ലെവലാണ്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? മുഖ്യ ക്വാണ്ടം സംഖ്യ 4 ആയി എന്ന് പറഞ്ഞാൽ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? അതിൻ്റെ n² എടുത്താൽ മതി. എത്രയാണോ അതിൻ്റെ സ്ക്വയർ എടുക്കുക. അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇനി 33 താഴെ തന്നിരിക്കുന്ന ജോഡികളിൽ സമ ഇലക്ട്രോണിക് സ്പീഷീസ് ഏതാണെന്നാണ്? Mg2+ Na ആണ്. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോൺ ആണ് കേട്ടോ. ഇലക്ട്രോണുകൾ സമ സ്പീഷീസ് ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതാണ് ഇപ്പോൾ Mg. നിങ്ങൾ ആറ്റോമിക നമ്പറൊക്കെ വെച്ചിട്ട് പഠിച്ചിട്ട് അങ്ങനെ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. 34 അയോണിക ബന്ധനത്തിൽ ഭാഗിക സഹസംയോജക സ്വഭാവം വരുന്ന സാഹചര്യം ഏതാണ്? കാറ്റയോണിൻ്റെ വലിപ്പം കുറയുക എന്നതാണ്. തന്നിരിക്കുന്നവയിൽ അമ്ലശക്തി ഏറ്റവും കുറവുള്ളത് ആർക്കാണ്? CH4 ആണ് കേട്ടോ. CH4 ആണ് അമ്ലശക്തി ഏറ്റവും കുറവുള്ളത്. ഇനി ആവർത്തന പട്ടികയുടെ 150-ാം വാർഷികം ഏതായിരുന്നു? 2019. പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തു വരുന്ന ഓക്സിജൻ ജലത്തിൻ്റെ വിഘടന ഫലമായി ഉണ്ടാകുന്നതാണ്. ജീവികളെ 5 കിങ്ഡങ്ങളായി വർഗീകരിച്ച അമേരിക്കൻ സസ്യശാസ്ത്രജ്ഞൻ ആരാണ്? റോബർട്ട് H. വിറ്റാക്കർ ആണ്. 2021 രസതന്ത്രത്തിന് നോബൽ സമ്മാനം കിട്ടിയത് ആർക്കാണ്? ബെഞ്ചമിൻ ലിസ്റ്റ് ഡേവിഡ് മാക്മില്ലൻ ആണ്. ഇനി 40 വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ADH ആണ് കേട്ടോ. ADH ആണ്. 41ാമത്തെ ക്വസ്റ്റ്യൻ എക്സിറ്റ് കൺസർവേഷനിൽ ഉൾപ്പെടാത്തത് ഏതാണ്? നാഷണൽ പാർക്കാണ്. എക്സിറ്റ് കൺസർവേഷനിൽ ഉൾപ്പെടാത്തത് നാഷണൽ പാർക്കാണ്. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം മെഡുല ഒബ്ലാങ്കേറ്റ. താഴെ കൊടുത്തിരിക്കുന്നതിൽ പ്രത്യേകതയുള്ള സസ്യകല ഏതാണ്? കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടികൂടിയ തരം കോശങ്ങൾ സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നു. സജീവ കലയാണ്. കോളൻ കൈമയാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഒമിക്രോൺ ഏതാണ്? B11-529 ആണ് കേട്ടോ. ഓക്കെ. സൈലൻറ്റ് സ്പ്രിങ് എന്ന കൃതി രചിച്ചത് ആരാണ്? റേച്ചൽ കാഴ്സൺ ആണ്. ഇനി അടുത്തത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നിങ്ങൾ നോക്കി ചെയ്തോളുക. നമ്മൾ വായിച്ചു പോയിട്ട് കാര്യമില്ലല്ലോ. ഇനി അടുത്തത് 61 താഴെ കൊടുത്തിരിക്കുന്നവയിൽ സാമൂഹിക ജ്ഞാനനിർമ്മിതിവാദത്തിൻ്റെ പ്രകാരമുള്ള ക്ലാസ് മുറിയിലെ അധ്യാപകൻ്റെ റോൾ അല്ലാത്തത് അറിവിൻ്റെ ദാതാവ് അല്ലേ? അറിവിൻ്റെ ദാതാവ് പഠന പങ്കാളിയാണ്, ഫെസിലിറ്റേറ്ററാണ്, അതുപോലെ തന്നെ ജനാധിപത്യവാദിയായിട്ടുള്ള സംഘത്തലവനാണ് ഈ ജ്ഞാനനിർമ്മിതിവാദിയായിട്ടുള്ള അധ്യാപകൻ. ഇനി പഠിക്കാൻ മിടുക്കനായിരുന്ന ആദർശ് കുറച്ചു നാളുകളായിട്ട് പഠനത്തിൽ തീരെ ശ്രദ്ധിക്കുന്നില്ല. പതിവായി വൈകിയാണ് ക്ലാസ്സിൽ എത്തുന്നത്. എപ്പോഴും ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്നു. ആദർശിൻ്റെ ഈ സ്വഭാവ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ രീതി ഏതാണെന്നാണ്? അത് കേസ് സ്റ്റഡിയാണ്. 63 പഠനവേളകളിൽ ടീച്ചർ ഓരോ കുട്ടിയുടെയും നിലവാരത്തിനനുസരിച്ചുള്ള സഹായങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ എന്നിവ നൽകുന്നതിനെ ഇങ്ങനെ വിശേഷിപ്പിക്കാൻ കൈത്താങ് നൽകലാണ്. പ്രതിക്രിയാധ്യാപനം എന്ന മനഃശാസ്ത്രജ്ഞൻ്റെ സിദ്ധാന്തം അനുസരിച്ചാണ് രൂപീകരിച്ചിട്ടുള്ളത്. അത് വൈഗോട്സ്കിയുടെ ആണ് കേട്ടോ. ചുവടെ നൽകിയിട്ടുള്ളവയെ വൈകാരിക ബുദ്ധിയുടെ വ്യക്തികൾക്ക് ഇല്ലാത്ത സവിശേഷത ഏതാണ്? സ്വന്തം വികാരങ്ങൾക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നു. അപ്പോൾ വൈകാരിക ശേഷി എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റുള്ളവരുടെ വികാരത്തെ തിരിച്ചറിയുന്നു, മറ്റുള്ളവരുടെ ആരോഗ്യകരമായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കുന്നു, മറ്റുള്ളവർക്ക് വികാരങ്ങൾ മനസ്സിലാക്കുന്നു, അങ്ങനത്തൊക്കെയാണ് വൈകാരിക ബുദ്ധി. 66ാമത്തെ ക്വസ്റ്റ്യൻ ആശയരൂപീകരണ പ്രക്രിയയിലൂടെ ഏത് ഘട്ടത്തിലാണ് വസ്തുക്കളുടെ അഭാവത്തിൽ അവയെപ്പറ്റി ഓർക്കാനും ചിന്തിക്കുവാനും കഴിയുന്നത്? ബിംബന ഘട്ടമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കേരള സ്കൂൾ പാഠ്യപദ്ധതി സമീപനം ഏത്? പ്രക്രിയാധിഷ്ഠിതമാണ്. 10 വയസ്സുള്ള ഒരു കുട്ടിയുടെ IQ 98 ആയാലും മാനസിക വയസ്സ് എത്രയാണ്? 9.8 ആണ്. സങ്കലിത വിദ്യാഭ്യാസം ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്കും മറ്റു കുട്ടികളെ പോലെ തുല്യ അവസരത്തിൽ ലഭിക്കുക എന്ന ലക്ഷ്യത്തോടെ ആസൂത്രണം ചെയ്തിട്ടുള്ളതാണ് സങ്കലിത വിദ്യാഭ്യാസം. ഏത് സ്കൂളിലാണ് നടപ്പിലാക്കുന്നത്? പൊതുവിദ്യാലയങ്ങളിലാണ് കേട്ടോ.
ജില്ലാ ശാസ്ത്രമേളയിൽ 1ാം സ്ഥാനം നേടുക എന്ന ലക്ഷ്യത്തോടെ മനു സയൻസ് വർക്കിംഗ് മോഡൽ നിർമ്മിക്കുകയാണ്. മനുവിൻ്റെ ഈ സ്വഭാവം എന്തിനു സൂചിപ്പിക്കുന്നു? ബാഹ്യ അഭിപ്രേരണയാണ്. 71. കുട്ടികളിലെ വ്യക്തി വ്യത്യാസങ്ങൾ പരിഗണിക്കുന്ന ഒരു അധ്യാപിക താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് തിരഞ്ഞെടുക്കുക? ക്ലാസ് PTA യോഗങ്ങൾ ഇടയ്ക്കിടെ നടത്തുന്നു. 72. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നേതൃത്വ പരിശീലനത്തിന് പ്രയോജനപ്പെടുത്തുന്നത് ഏത്? അത് സ്കൂൾ പാർലമെൻറ്റ്, ക്ലബ്ബ് പ്രവർത്തനങ്ങൾ, SPC ഇവയെല്ലാമാണ്. സ്വാംശീകരണവും സംസ്ഥാപനവും മനഃശാസ്ത്രത്തിലെ ഏത്? സ്വാംശീകരണവും സംസ്ഥാപനവും മനഃശാസ്ത്രത്തിലെ ഏത് ആശയവുമായി ബന്ധപ്പെട്ട പ്രക്രിയകളാണ്? സ്കീമയാണ്. അധ്യാപകർക്ക് ഉണ്ടായിരിക്കേണ്ട യോഗ്യതകൾ, നൈപുണികൾ, മനോഭാവങ്ങൾ എന്നിവയെല്ലാം വിശദമാക്കുന്ന രേഖയാണ് NCATE 2009. സ്വന്തം ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാനും കഴിവിൻ്റെ പരമാവധിയിലേക്ക് ഉയരുവാനും ഒരു വ്യക്തിയെ സഹായിക്കുന്ന ബുദ്ധി ഏതാണ്? ആന്തരിക വൈയക്തിക ബുദ്ധിയാണ്. ഒരു ആശയത്തിൽ വിവിധ തലങ്ങളിൽ അതിൻ്റെ കാഠിന്യമനുസരിച്ച് വ്യത്യസ്ത ക്ലാസുകളിലായി പഠിപ്പിക്കുന്നതിനായിട്ട് ക്രമീകരിക്കുന്ന രീതി ചാക്രിക രീതിയാണ്. ഗുണസവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ മാനസികമായി വർഗീകരിക്കുന്ന വിവരണങ്ങളെ എങ്ങനെ വിശേഷിപ്പിക്കാം? ആശയം. പുരോഗമനപരവും ജനാധിപത്യപരവുമായിട്ടുള്ള പാഠ്യപദ്ധതിയുടെ സവിശേഷത താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? വളരെ സമ്പുഷ്ടമായതും അയവുള്ളതും ആയിരിക്കും. ഡിസ്ലെക്സിയ ഉള്ള കുട്ടിക്ക് എന്തിനാണ് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്? ഭാഷ ശരിയായിട്ട് ഉപയോഗിക്കുന്നതിന്. വിദ്യാലയം തന്നെ ഒരു പഠനോപകരണം എന്ന ആശയവുമായിട്ട് യോജിക്കുന്നത് ഏത്? ഭാലയാണ്, ഭാല. ഇനി അടുത്തതൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ അത് ഇംഗ്ലീഷിലെ പാസേജാണ്. ആ പാസേജ് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. അതിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ മാത്രം നമുക്ക് പറഞ്ഞിട്ട് പോകാം. വാട്ട് വാസ് ദ പ്രൈസ് ദാറ്റ് സുശീല ഹാഡ് ടു പേ ഫോർ ഹാവിങ് ദ ഓൾഡ് ലേഡി അറ്റ് ഹോം? അപ്പം അതിൽ ആൻസർ വന്നിട്ടുള്ളത് അത് ആ പാസേജ് വായിച്ചാലേ മനസ്സിലാവുള്ളൂ. നിങ്ങൾ ആ പാസേജ് ഒന്ന് വായിച്ചിട്ട് അതിന് ശേഷം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഷീ ലോസ്റ്റ് ഹർ കൺട്രോൾ ഓവർ ദ കിച്ചൺ ബഡ്ജറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് അൾട്ടർനേറ്റീവ് മീൻസ് ബിനൈൻ? ബിനൈൻ എന്ന് പറഞ്ഞാൽ ജെൻറ്റിലാണ് കേട്ടോ. ബിനൈൻ ജെൻറ്റിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് മെയ്ഡ് ദ നറേറ്റർ ആൻഡ് ഹിസ് വൈഫ് വണ്ടർ? ദ ഓൾഡ് ലേഡീസ് എനർജി ടു ഡു വർക്ക്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫോളോയിങ് സെൻറ്റൻസ് ഹാസ് 3 അണ്ടർലൈൻഡ് പാർട്സ് ലേബൽഡ് A, B or C. Find out whether there is any error in any underlined part and indicate your answer in the answer sheet against the corresponding letter A, B or C. If you find no error, your answer should be indicates as D. He replied, his father has lived in Mumbai since 10 years. അതിൽ സിൻസ് 10 years ആണ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ സെൻറ്റൻസ് ഗിവൺ ബിലോ ഹാസ് ആൻ അണ്ടർലൈൻഡ് പാർട്ട്. ചൂസ് ദ വേർഡ് നിയറസ്റ്റ് ഇൻ മീനിങ് ടു ദ അണ്ടർലൈൻഡ് പാർട്ട് ഫ്രം ദ ലിസ്റ്റ് ഓഫ് വേർഡ് ഗിവൺ. ദ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദ ഫാക്ടറി ഓണേഴ്സ് ആൻഡ് വർക്കേഴ്സ് വാസ് റിസോൾവ്ഡ് ബൈ എ മ്യൂച്വൽ എഗ്രിമെൻറ്റ്. റെസിപ്രോക്കലാണ്, റെസിപ്രോക്കൽ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ആൾട്ടർനേറ്റീവ് ബ്രിങ്സ് ഔട്ട് ദ മീനിങ് ഓഫ് ദ ഫ്രേസൽ വെർബ് സ്പാർക്ക് ഓഫ് ക്ലിയർലി? സ്പാർക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ സഡൻലി ഹാപ്പൻ ആണ്. സ്പാർക്ക് ഓഫ് സഡൻലി ഹാപ്പൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഐ ഹോപ്പ് ടു റീച്ച് കം ഇൻ ഡേഷ് ഹവർ ആണ്. ആൻ അവർ ആണ് വരിക. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആർ കറക്റ്റ് അബൌട്ട് ലാംഗ്വേജ് ടീച്ചിങ് ലേണിംഗ്? അതിൽ ആൾ ഓഫ് എബവ് കറക്റ്റ് ആണ് കേട്ടോ. യങ് ലാംഗ്വേജ് ലേണർ ഷുഡ് പെർഫോം ടാസ്ക്സ് ഇൻവോൾവിങ് ലാംഗ്വേജ്. യങ് ലാംഗ്വേജ് ലേണർ ഷുഡ് ബി എൻകറേജ്ഡ് ടു കമ്മ്യൂണിക്കേറ്റ്. യങ് ലാംഗ്വേജ് ലേണർ ഷുഡ് ബി എക്സ്പോസ്ഡ് ടു എ ലോട്ട് ഓഫ് ലാംഗ്വേജ്. യങ് ലാംഗ്വേജ് ലേണേഴ്സ് ഷുഡ് ഡെവലപ്പ് ഫ്ലുവൻസി ബിഫോർ ദേ ഡെവലപ്പ് അക്യൂറസി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ലാംഗ്വേജ് അക്വിസിഷൻ ഫോളോസ് അറ്റ് ഡിഫറെൻറ്റ് ലെവൽ. ചൂസ് ഫ്രം ദ ആൾട്ടർനേറ്റീവ്സ് ഗിവൺ ബിലോ. ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലാംഗ്വേജ് ഈസ് സ്ട്രക്ചേർഡ് അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ്. ചൂസ് ദ ഡീപ്പസ്റ്റ് ആൻഡ് മോസ്റ്റ് സൂപ്പർഫിഷ്യൽ ഓഫ് ദ ലെവൽസ്. സീമാൻറ്റിക് ആൻഡ് ഫോണോളജിക്കൽ.
സെമാൻറ്റിക് ആൻഡ് ഫോണോളജിക്കലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ തദ്ധിതത്തിന് ഉദാഹരണം കേമത്തമാണ്. തദ്ധിതത്തിന് ഉദാഹരണം കേമത്തം. വിരഹത്തിലല്ലാതെ ലാവണ്യം സമഗ്രമായി നിരവധിയായിട്ടു കാണുവാൻ കഴിവില്ല. വരികൾ ആരുടേതാണ്? ജി ശങ്കരക്കുറുപ്പ്. നാടൻ പാട്ടുകളിൽ അധിഷ്ഠിത അനുഷ്ഠാന പാട്ടുകൾ എന്ന വിഭാഗത്തിൽ പെടുന്നവയാണ് തോറ്റംപാട്ട്. വെള്ളായിയപ്പൻ മലയാളത്തിലെ അനശ്വരനായ ഒരു കഥയിലെ കഥാപാത്രമാണ്. ഏത് കഥയിലെ കഥാപാത്രമാണ് വെള്ളായിയപ്പൻ? കടൽ തീരത്ത്. താഴെ തന്നിരിക്കുന്ന ഉചിതമായി ക്രമീകരിച്ചിരിക്കുന്നവ ഏതാണ്? അപ്പം അതിൽ 1 ബി ആണ് നിർമാല്യം എം ടിയുടേതാണ്. ചെമ്മീൻ തകഴിയാണ്. 3 കാഞ്ചനസീത സി എൻ ശ്രീകണ്ഠൻ നായരുടേതാണ്. 4 ഭാസ്കര പാട്ടേലരും എൻ്റെ ജീവിതവും സക്കറിയുടേതാണ്. അടുത്തത്, പ്രകൃതി വിലാസം എന്നത് ഘടകപദമാക്കുമ്പോൾ പ്രകൃതി പോലുള്ള വികാസം എന്നാണ്. പ്രകൃതി പോലുള്ള വികാസം. ശരിയായ വാക്യം ഏത്? മരണമടഞ്ഞ വാസുദേവൻ്റെ കണ്ണുകൾ ഭാര്യയുടെ സമ്മതത്തോടെ മാത്യുവിന് വെച്ചുകൊടുത്തു. അതാണ് കറക്റ്റ്. ദൈനംദിന ആസൂത്രണത്തിൽ പ്രതിഫലനാത്മക കുറിപ്പ് എന്ന ഭാഗത്ത് അധ്യാപകൻ രേഖപ്പെടുത്തുന്നത് ക്ലാസ്സിന് ശേഷമുള്ള അധ്യാപകൻ്റെ തിരിച്ചറിവുകൾ. 99 പാഠ്യപദ്ധതി സമീപനത്തിൻ്റെ സവിശേഷതകളിൽ പെടാത്തത് ഏത്? അധ്യാപക കേന്ദ്രീകൃതമാണ്. മനുഷ്യ മനസ്സിന് ജന്മസിദ്ധമായ സർവഭാഷാ വ്യാകരണമുണ്ട് എന്ന ആശയം മുന്നോട്ട് വെച്ചത് നോം ചോംസ്കിയാണ്. ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ളത്. നന്നായിട്ട് പഠിക്കുക. താങ്ക് യു ഓൾ.